കിച്ചണിലേക്ക് സ്വാഗതം. അപ്പൊ രാവിലെ തന്നെ നമ്മുടെ ബൈക്ക് ഒന്ന് ശരിയാക്കാനായിട്ട് വർക്ക്ഷോപ്പിൽ നിന്ന് ആളിനെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് കുറേ നാളായി കേട്ടാ എടുത്തിട്ട്. എനിക്ക് തോന്നുന്നു ഞാനാണ് ലാസ്റ്റ് ഈ ബൈക്ക് ഇവിടെ ഓടിച്ചു കൊണ്ടുവന്ന് വെച്ചത്. നമ്മുടെ വീട്ടില് 3 ആമ്പിള്ളേരുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷെ അവർക്ക് ഇതിനോടൊന്നും ഒരു ഇൻട്രസ്റ്റും ഇല്ല കേട്ടാ. നിസാർക്കും അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല ഇങ്ങനെ ബൈക്ക് എടുക്കുന്നതിൽ. അപ്പൊ അത് കാരണം ഇപ്പൊ ഞാനാണ് എന്തെങ്കിലും ഇങ്ങനെ ഓടിക്കുന്നെങ്കിൽ ഈ ബൈക്ക് ഓടിക്കുന്നത്. എനിക്കാണെങ്കിൽ ഈ ബൈക്ക് ഇപ്പം പഞ്ചറായിരുന്നിട്ട് കുറെ നാളായി. അപ്പൊ ഞാൻ നിസാർക്കടുത്ത് പറഞ്ഞ, നിസാർക്കൊക്കെ സമയവും കിട്ടുന്നില്ലായിരുന്നു. അപ്പൊ ഇന്നിപ്പം വർക്ക്ഷോപ്പിൽ നിന്ന് ആളിനെ കൊണ്ടുവന്ന് ടയറൊക്കെ ഊരി കൊണ്ടുപോയിട്ട് പിന്നെ എല്ലാം ശരിയാക്കി തിരിച്ചു കൊണ്ടുവന്ന് വെക്കാണ്. അപ്പൊ എനിക്കാണെങ്കിൽ സ്കൂട്ടർ ഓടിക്കുന്നതിൽ നിന്നും എനിക്ക് ഭയങ്കര ഇഷ്ടം ബൈക്ക് എന്നുള്ളതല്ല കേട്ടോ. എന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇതിനു മുൻപ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ലേ, ബുള്ളറ്റ് ഓടിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ സലുവും സുലുവും ഒക്കെ വന്നപ്പം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ പിള്ളേർ എൻ്റെ അടുത്ത് പറയേ, ഉമ്മക്കൊരു ബുള്ളറ്റ് ബുക്ക് ചെയ്യട്ടാ ഇങ്ങനെ ചോദിക്കും കേട്ടാ. കളിക്ക് ചോദിക്കുന്നതല്ല, അവർ സീരിയസ് ആയിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞ എനിക്ക് വേണം എന്ന് തോന്നുമ്പം ഞാൻ പറയാം, അത് നിങ്ങൾ ബുക്ക് ചെയ്യണ്ട, എനിക്ക് വാപ്പ വാങ്ങി തന്നോളൂ എന്ന് ഞാനിങ്ങനെ പറയും. ഇപ്പൊ നിസാറയ്ക്ക് പറയണ്ട്, നിനക്ക് വേണമെങ്കിൽ ബുള്ളറ്റ് വാങ്ങിച്ചു തരാം എന്ന് പറയും. പക്ഷെ എനിക്ക് കാലിന് ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ മടിക്കുന്നത്. നമ്മൾ ബുള്ളറ്റൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഈ ബൈക്കിന്റെ അവസ്ഥയാവും അതിന്. പിന്നെ ഏത് വണ്ടി ഓടിക്കുന്നതായാലും, ഇപ്പൊ സ്കൂട്ടർ ആണെങ്കിലും കാറാണെങ്കിലും സൈക്കിൾ ആണെങ്കിൽ പോലും നമ്മൾ ഓടിക്കണമെങ്കിൽ നമുക്ക് നല്ല മനോധൈര്യം വേണം കേട്ടോ. ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വണ്ടി എടുത്ത് നമുക്ക് റോഡിലേക്ക് ഇറങ്ങാൻ സാധിക്കത്തുള്ളൂ. ഞാൻ എപ്പോഴും പറയും, പലരും നമ്മളുടെ കൂട്ടത്തിൽ ലൈസൻസ് എടുത്തിട്ട് പേടിച്ചിട്ട് വീട്ടിൽ ഇരിക്കുന്നവരുണ്ടാവും. പേടി നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വണ്ടി എടുക്കാനേ പോണില്ല. അപ്പൊ നമ്മളുടെ മനസ്സിൽ നിന്ന് നമ്മൾ സ്വയം ആ പേടിയെ പതുക്കെ അകറ്റി നിർത്തിയിട്ട് ഒന്നും വരൂല എന്നുള്ള ഇതില് ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വേണം ഫസ്റ്റ് നമ്മൾ വണ്ടി എടുക്കാനായിട്ട് പോലും. അപ്പൊ നമ്മൾ തിരിച്ചെത്തുമ്പോ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു വേണം വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാൻ. ഇങ്ങനെയൊക്കെ നമ്മൾ സ്വയം ധൈര്യം കണ്ടെത്തി കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കത്തില്ല കേട്ടോ. ഇനി മുടങ്ങാതെ വണ്ടി ഓടിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വാ, നല്ല അടിപൊളി ആപ്പിൾ. ഓ ആപ്പിൾ. ഇതുപോലത്തെ ആപ്പിളൊക്കെ ഉണ്ട്, ചെറിയ. കേടാണോ? ഇല്ലല്ലോ, കേടൊന്നുമില്ല. ഉള്ളതിൽ വലുത് നോക്കി ഞാൻ അങ്ങ് എടുക്കാണ്. വലുത് നോക്കി എടുത്താൽ കൊള്ളാം. കിലോ 200 രൂപ. ചെറിയ പുളിപ്പുണ്ട്. സീസൺ ആയോന്ന് എനിക്കറിയില്ല. ഞാൻ എടുത്ത നല്ല മധുരം കേട്ടോ, അടിപൊളി. ഇന്നലെ ഒരു വീഡിയോയിൽ കണ്ടേ ഉള്ളൂ ഇങ്ങനെ തോട്ടത്തിൽ നിന്ന് പറിക്കുന്നത്. നമ്മുടെ നാട്ടിലല്ല, ഏതാ പുറം രാജ്യമാണ്. അപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചാൽ എനിക്ക് കിട്ടിയല്ലേ. അവിടെ അവർക്കൊക്കെ നല്ല എപ്പോഴും നമ്മൾ തോന്നും അവർക്കൊക്കെ എപ്പോഴും കഴിക്കാമല്ല. ആപ്പിൾ കാണുമ്പോൾ തോന്നും ഓ നല്ലോണം കഴിക്കാമല്ല. ഓറഞ്ച് കാണുമ്പോൾ തോന്നും അവർക്കൊക്കെ നന്നായി കഴിക്കാമല്ലോ. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ ഊട്ടിയിലൊക്കെ പോകുമ്പോൾ ഇതുപോലെ ഓറഞ്ചൊക്കെ ഇഷ്ടമായി കിട്ടി നല്ല തണുത്ത സമയമൊക്കെ ആണെങ്കിൽ നമുക്ക് കഴിക്കാനേ തോന്നൂല. അത് വേറൊരു വാസ്തവമാണ് അല്ലേ. പിന്നെ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ കുറച്ച് പേർക്ക് ഭയങ്കര ബലഹീനതയാണ്. പക്ഷേ പിള്ളേരൊന്നും ഇല്ലാത്തപ്പോൾ ഇതുപോലെ വാങ്ങിച്ച് കഴിയേ. പിള്ളേരവിടെ കഴിക്കും, അവരെ ഓർത്തിട്ട് നമ്മൾ കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മളുടെ ആരോഗ്യം നഷ്ടപ്പെടും. സൽമാൻ കഴിക്കുമായിരിക്കും. റിച്ചുവിനുള്ളത് നമ്മൾ ഇവിടുന്ന് വാങ്ങി കൊടുത്തുകൂടെ, അവൻ പോകുമ്പോഴേക്ക്. പിന്നെ ഞങ്ങൾ പറയും കേട്ടോ, ഡെയിലി ഫ്രൂട്ട്സ് കഴിക്കണം എന്ന്. അതിലൊന്നും നമ്മൾ ഒരു ഉപേക്ഷയും വിചാരിക്കരുത് ആരും. നമ്മുടെ കയ്യിൽ പൈസ ഈ പറഞ്ഞ മാതിരി വരും പോവും. പക്ഷേ നമ്മൾ അതിൽ നമുക്ക് നമ്മുടെ ശരീരത്തിന് കൊടുക്കേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ ശരീരത്തിന് കൊടുക്കണം അല്ലേ. ഇത് കഴിച്ചിട്ട് വെള്ളം കുടിക്കാൻ പറയോ? ആര്? ഇല്ല പറഞ്ഞതിൻ്റെ ധ്വനി നിങ്ങൾക്ക് മനസ്സിലായ? ചില ദിവസം ഇതുപോലെയാണ്, രാത്രി വല്ല കേക്കോ എന്തെങ്കിലും കൊണ്ടു തരും, എന്നിട്ട് പറയാ വെള്ളം വാങ്ങിച്ച് കഴിച്ചോളൂ, എന്നിട്ട് കിടന്നുറങ്ങിയേക്കും. ഇപ്പൊ 2 വരെയായതുകൊണ്ടേ അടുക്കളയിൽ നിന്ന് ഫുൾ ടൈം ഒന്നും ഇല്ല, ഇപ്പൊ ഓഫ്. അപ്പൊ ഇന്ന് ലഞ്ചിന് ഞാൻ 1-2 വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പികളാണ് കാണിക്കണത്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, അതെനിക്ക് ഉറപ്പാണ് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞിട്ടില്ലേ, പ്രഷർ കുക്കറിലാണ് ചോറ് വെക്കുന്നത്. 1/2 മണിക്കൂറാണ് ഇത് വേകുന്ന ഒരു ടൈം എന്ന് പറയുന്നത്. ഇതിന്റെയൊക്കെ ഡീറ്റെയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഉണക്കച്ചെമ്മീനാണ് ഇന്ന് നമ്മളുടെ താരം. അപ്പൊ നല്ല തലയൊക്കെ കളഞ്ഞ ക്ലീനായ നല്ല അടിപൊളി ഉണക്കച്ചെമ്മീൻ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കുറച്ച് അത് നന്നായിട്ട് കഴുകി
ഡ്രെയിൻ ചെയ്തെടുത്ത് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടി എടുക്കാം. കുറച്ചുകൂടി ഉണക്ക ചെമ്മീൻ കഴുകി എടുത്തിട്ട് ഈ പാനിലേക്ക് ഇട്ടിട്ട് തീ ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പൊ ചെമ്മീൻ കഴുകുമ്പോൾ നന്നായിട്ട് കഴുകി എടുക്കണം. അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ നമുക്ക് വയറുവേദനയൊക്കെ വരും. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. അതിൽ നിന്ന് ഇപ്പൊ ഞാനൊരു 1.5 ടീസ്പൂണ് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കണേ. അതെന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് നമ്മൾ ഈ വറുത്തതിനെ രണ്ടാക്കാണ്. ഒരു പോർഷൻ വളരെ കുറച്ചും മറ്റേ പോർഷൻ കുറച്ച് കൂടുതലും എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാം കേട്ടോ, എന്തിനൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാണ്. അപ്പൊ ഈ തേങ്ങയിൽ നിന്ന് ചൂട് വരുന്നതെന്ന് വെച്ചാല് ഞാൻ ഇത് ഡീഫ്രോസ്റ്റ് ചെയ്യാൻ മൈക്രോവേവിൽ വെച്ച് ചൂടാക്കി എടുത്തതാണ് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ ഫ്രഷ് ആയിട്ട് ചെറിയ എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് 2 ചുവന്നുള്ളി ഇതിലേക്കൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് പച്ചമാങ്ങയാണ് കേട്ടാ. പച്ചമാങ്ങ ഞാനിവിടെ 1/2 മുറി എടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കും. ഒരു ചെറിയ പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കാണ്. അപ്പൊ ഈ ഇഞ്ചിയും നമുക്കൊന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ ഈ വറുത്ത് വെച്ചിരിക്കുന്നതിൽ കുറച്ച് പോർഷനുള്ള ചെമ്മീനില്ലേ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇട്ട് കൊടുത്ത ശേഷം ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പും ചേർത്തിട്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കരുത്. ക്രഷ് ചെയ്ത് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യണത് കേട്ടാ. അപ്പൊ ഞാൻ ഇങ്ങനെ അരച്ചെടുത്തിട്ട് ലാസ്റ്റ് കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കും. കറിവേപ്പില വല്ലാതെ മഷി പോലെയൊന്നും അരയത്തില്ല, ഇത്രയും മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാനിത് കാണിച്ചു തരാം. നമ്മളുടെ ചമ്മന്തിയാണ് കേട്ടാ. ഇത് അമ്മിയിൽ അരക്കുകയാണെങ്കിൽ ഇതിനേക്കാളും സൂപ്പർ ആയിരിക്കും. ഇപ്പൊ എനിക്ക് ടൈമില്ല. ഇപ്പൊ നിങ്ങൾ ഓഫീസിലൊക്കെ പോകുന്നവരാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അരച്ചെടുക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ വഴിയുള്ളൂ കേട്ടോ. അപ്പൊ ഇതിങ്ങനെ വെച്ചിട്ടൊന്ന് ഉരുട്ടി എടുക്കാം. അപ്പം നിങ്ങൾക്ക് എത്ര പേർക്ക് ചമ്മന്തി ഇഷ്ടമുള്ളവരുണ്ട്? ഏത് ചമ്മന്തിയാണ് നിങ്ങൾക്ക് ഇഷ്ടം? കണ്ടോ, ഞാൻ ഉരുട്ടിയിട്ട് കൈയൊക്കെ കഴുകി ആ ചമ്മന്തിയെ കയ്യിലേക്ക് എടുത്തു. ഇനി ഈ പ്ലേറ്റിലേക്ക് വെക്കാണ്. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. അപ്പൊ അടുത്ത് നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അപ്പൊ മിക്സിയുടെ ജാറിൽ തന്നെ ഞാൻ ഇവിടെ 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കണം. ഒരുപാട് തേങ്ങ എടുക്കരുതേ, ഒരുപാട് തേങ്ങ എടുത്താൽ നന്നാവില്ല. പിന്നെ 2 ചുവന്നുള്ളി വേണം. ചുവന്നുള്ളി തന്നെ ചേർക്കണതാണ് ടേസ്റ്റ് കൂടുതൽ കേട്ടോ. സവാള ചേർത്ത് അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവത്തില്ല. അപ്പം അതിനുശേഷം നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂണും 1/2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, പാകത്തിനുള്ള ഉപ്പ്, ഇത്രയും കൂടി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് കറക്കിയെടുക്കണം. കറക്കിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇങ്ങനെ ആദ്യം കറക്കിയെടുക്കണം എന്താന്ന് വെച്ചാൽ ഒന്ന് അരഞ്ഞു കിട്ടാനാണ്. മഷി പോലെ അരക്കണ്ട കേട്ടോ, ഇതുപോലെ അരച്ചെടുത്താൽ മതി. അപ്പൊ നമ്മുടെ വെറൈറ്റി കറി ഉണ്ടാക്കാൻ വേണ്ടി ഒരു മുരിങ്ങക്കായ, 3 പച്ചമുളക്, 1/2 മുറി മാങ്ങ, 1/2 പടവലം, ഇത് ഇത്രയും കൂടി കട്ട് ചെയ്തെടുത്തതാണ്. ഇത് നമുക്ക് മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മള് ചെമ്മീന് ഒരു ബൗളിലേക്ക് കുറച്ച് മാറ്റിയത് ഓർമ്മയുണ്ടല്ലോ, അത് ഒന്ന് പൊടിച്ചെടുത്തതാണ്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത ശേഷം 1 കപ്പ് വെള്ളം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഈ ചട്ടി ഒന്ന് മൂടി വെച്ചു കൊടുക്കാം. 1/2 മണിക്കൂർ കഴിഞ്ഞ് സ്റ്റീം എല്ലാം പോയ ശേഷം ഞാൻ നമ്മളുടെ പ്രഷർ കുക്കർ ഓപ്പൺ ചെയ്തു. നമ്മളുടെ ചോറ് വെന്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇതൊന്ന് നമുക്ക് ഡ്രെയിൻ ചെയ്തെടുക്കാം. അപ്പൊ ഇങ്ങനെയാണ് ഞാൻ ചോറ് തയ്യാറാക്കുന്നത് കേട്ടോ. വർഷങ്ങളായിട്ട് ഈ ഒരു രീതിയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ കറി എന്താ എന്ന് നോക്കാം. വെജിറ്റബിൾസ് ഒക്കെ വെന്ത് വരുന്നുണ്ട്. അപ്പൊ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീനില്ലേ, അത് ഫുള്ളായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഭയങ്കര അതായത് ഉണക്ക ചെമ്മീന് ഒരു മണമുള്ളത് നിങ്ങൾക്കറിയാലോ, ആ മണമായിരിക്കും വീട്ടില് മൊത്തം. അത് നിങ്ങൾ സഹിക്കാമെങ്കിൽ മാത്രമേ ഈ കറി ഉണ്ടാക്കാവൂ കേട്ടോ. എന്നിട്ട് നമുക്ക് മൂടി വെച്ച് കൊടുക്കണം. മൂടി വെച്ചെടുത്ത് ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാൻ വീണ്ടും അടപ്പ് മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാണ്. ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു കറിക്ക് ഒരുപാട് ഇങ്ങനെ ലൂസ് പാടില്ല കേട്ടാ. കുറച്ചൊന്ന് ചാറ് കുറുകിയാണ് ഇരിക്കുന്നത്. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം. അപ്പൊ ഇതുപോലെ ഇളക്കിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു കുറുക്കേ പാടുള്ളൂ കേട്ടോ, എങ്കിലേ നല്ല ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. അപ്പൊ നല്ല മണം വരുവാണ്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇത് എല്ലാം കൂട്ടി കിടന്നിട്ട് ഒന്ന് വേകട്ടെ. അരപ്പ് ചേർത്തിട്ട് ഒന്ന് വെന്ത് കിട്ടണമല്ലോ.
വീണ്ടും ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാൻ അടപ്പ് മാറ്റി. ഇതാ കറക്റ്റ് പാകത്തിനെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അടിപൊളി മണമാണ് കേട്ടോ. എത്ര പേർക്ക് ഇതുപോലെ ഉണക്കച്ചെമ്മീൻ കറി ഇഷ്ടമുള്ളവരുണ്ടെന്നൊന്ന് പറയട കേട്ടോ. ഇത് മാത്രം മതി ശരിക്ക് ചോറുണ്ണാനായിട്ട്. ഇതെല്ലാം പാകത്തിന് വെന്തുടഞ്ഞു പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ, എങ്കിലേ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. അപ്പൊ അടുത്ത നമ്മളുടെ തോരന് വേണ്ടിയിട്ട് ഞാൻ അരമുറി തേങ്ങ, ഒരു 3-4 വെളുത്തുള്ളി ചതച്ചത്, ഒരു ചുവന്നുള്ളി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില, ഒരു പച്ചമുളക്, ഇത് ഇത്ര ഒന്ന് കറക്കിയെടുക്കാം കേട്ടോ. ഒരുപാട് അരഞ്ഞു പോരുതേ. തോരനൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഒന്ന് കറക്കിയെടുക്കുകയോ ചെയ്യത്തുള്ളൂ. പിന്നെ മൺചട്ടിയിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും ഉലുവയും കൂടി ഒന്ന് പൊട്ടിച്ചു കൊടുക്കണം. പിന്നെ ഒരു ചതച്ച 3-4 വെളുത്തുള്ളി അല്ലിയും, 1 ടേബിൾ സ്പൂണ് ക്രഷ് ചെയ്ത മുളകും കൂടി ഇട്ട ശേഷം ഞാനിവിടെ പടവലവും പയറും പച്ചമുളകും എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതായത് പടവലവും പയറും ചേർന്നൊരു കോമ്പിനേഷനിലുള്ള തോരനാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ നിങ്ങൾക്കറിയാമല്ലോ, പയറാണെങ്കിലും പടവലമാണെങ്കിലും പെട്ടെന്ന് വെന്ത് കിട്ടുന്ന വെജിറ്റബിൾ ആണ്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മൺചട്ടിയിലായതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് റെഡിയാക്കി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പൊ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് അത് വേകുന്ന നേരം കൊണ്ട് ഞാൻ മീനില് മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് പൊരിച്ചെടുക്കാനായിട്ട് പോവാണ്. അപ്പൊ ഇവിടെ ഈ പറഞ്ഞ മാതിരി ഇതൊക്കെ ഉള്ളത് കൊണ്ട് പൊരിച്ച മീനിന്റെ ആവശ്യമില്ല, ഇരുന്നത് കൊണ്ട് ഞാൻ ചെയ്തെന്നേ ഉള്ളൂ. പിന്നെ കറിവേപ്പിലയും ഇട്ട ശേഷം നമുക്ക് ഈ മീനിന്റെ ഈ കഷ്ണങ്ങൾ ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് ഇനിയിപ്പോ അത് തിരിച്ച് മറിച്ചു വിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കും. അതിപ്പോ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ദാ നമ്മള് ഈ വെജിറ്റബിൾ ഒക്കെ ഒന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ അരച്ച് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന അരപ്പില്ലേ, അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചു കൊടുക്കാമേ. ഒരു 2 മിനിറ്റ് അങ്ങനെ മൂടി വെച്ചു കൊടുക്കണം. അതിനുശേഷം അടപ്പ് മാറ്റിയിട്ട് എല്ലാം ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളുടെ തോരന്റെ പണി എന്ന് പറഞ്ഞാൽ. ഇപ്പൊ എല്ലാവർക്കും ഈ ഓഫീസിലൊക്കെ പോകുന്നവര് രാവിലെ എന്തുണ്ടാക്കും, ചോറ്റുപാത്രത്തിൽ എന്തൊക്കെ നിറയ്ക്കും എന്നൊക്കെ ഉള്ള പലർക്കും അങ്ങനെ ഒരു ചിന്തയാണ് കേട്ടാ. അപ്പൊ ഇന്നത്തെ ഞാനൊരു ചോറ്റുപാത്രമാണ് തയ്യാറാക്കണത്. അപ്പൊ ഞാൻ കാണിച്ചു തരാമേ ആ ചോറ്റുപാത്രം ഞാൻ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന്. ചോറ്റുപാത്രം എന്ന് പറയുമ്പം എനിക്ക് നമ്മള് സ്കൂളിലൊക്കെ പോയിരുന്ന കാലമൊക്കെയാണ് ഓർമ്മ വരുന്നത് കേട്ടാ. പണ്ടത്തെ ചോറ്റുപാത്രം മാറി ഇപ്പം ഭയങ്കര മോഡേൺ രീതിയിലുള്ള ടിഫിൻ ബോക്സസ് ഒക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. എന്തൊക്കെ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ മിന്നി മാഞ്ഞ് വന്നാലും നമ്മുടെ പഴയ ആ ചോറ്റുപാത്രത്തിന്റെ സ്റ്റൈലൊന്ന് വേറെ തന്നെയാണ് അല്ലേ. അതിൽ നിന്ന് കഴിക്കുന്നതിന്റെ ഒരു സുഖം ഇപ്പോഴത്തെ ആ ഒരു ടിഫിൻ ബോക്സിലൊക്കെ കിട്ടുമെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല കേട്ടാ. അപ്പൊ ഞാൻ കറി ഇതുപോലെ എടുത്തു. എടുത്ത ശേഷം നമ്മളുടെ ചോറ്റുപാത്രം, എന്റെ ചോറ്റുപാത്രം ഇച്ചിരി വലുപ്പമുള്ളതാണ് കേട്ടോ. അപ്പൊ നിങ്ങളൊന്ന് സഹിച്ചോളൂ. ചെറിയ ചോറ്റുപാത്രം ഉള്ളവർ അതിൽ നിറച്ചാൽ മതി. അപ്പൊ ചോറ് ഇതുപോലെ ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന കറികളില്ലേ, ആ ബൗളുകൾ ഞാൻ ഇതിൽ വെക്കുന്നതിന് മുൻപായിട്ട് ചമ്മന്തി ഉരുട്ടിയത് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ടാണ് ഇതൊന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് ഓഫീസിലൊക്കെ പോകുമ്പോഴേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന കിടു ഐറ്റമാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ച് അച്ചാറുണ്ടെങ്കിൽ അതും കൂടി വെച്ചു കൊടുത്താൽ അടിപൊളിയായിരിക്കും. പിന്നെ മീൻ പൊരിച്ചത്. ഇത്രയും മാത്രം മതി. നമ്മളുടെ അടിപൊളി ചോറ്റുപാത്രം റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കിതിൽ ഏതാണ് ഏറ്റവും ഇഷ്ടമായതെന്നുകൂടി ഒന്ന് പറയാൻ മറന്നു വരുതേ. അപ്പൊ ഇതുണ്ടാക്കാൻ എളുപ്പമല്ലേ. അപ്പൊ നിങ്ങക്ക് സ്കൂളിലും കോളേജിലും എന്ന് വേണ്ട ഓഫീസിൽ വരെ കൊണ്ടുപോവാം. വൈകുന്നേരം ഞാൻ നോക്കിയപ്പോഴേക്ക് 2 ഏത്തപ്പഴം ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. എങ്കിൽ പിന്നെ അതിനെ എടുത്തുനിന്ന് വാഴക്കപ്പം ഉണ്ടാക്കാന്ന് കരുതി. ഇങ്ങനെ ഇതിനു മുൻപുണ്ടല്ലോ ഞാന് ഇൻസ്റ്റഗ്രാമില് അപ്പം വാഴക്കപ്പം ഉണ്ടാക്കുകയാണ്. അപ്പൊ വാഴക്കപ്പം ഉണ്ടാക്കാൻ എല്ലാം കൂട്ടിയൊക്കെ മിക്സ് ചെയ്ത് വന്നപ്പോഴേക്കും ഞാനൊരു വെറൈറ്റി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തെന്ന് അറിയാവോ, ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ, തരിതരിപ്പായിട്ട് പൊടിച്ച മുളക്, ഈ സംഭവം ചേർത്തിട്ട് ഞാനത് ഉണ്ടാക്കിയിട്ട് എന്റെ പൊന്നോ എനിക്ക് പൊങ്കാലായിരുന്നു കേട്ടാ. പക്ഷേ അതിന്റെ ഒരു സത്യാവസ്ഥ എന്തെന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പൊ നിങ്ങള് എരിവൊക്കെ ഇഷ്ടപ്പെടുന്നവരും എരിവും മധുരവും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കിടിലൻ ടേസ്റ്റ് ആയിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ നമ്മളെപ്പോഴും ഒരേ ടൈപ്പിന് ഉണ്ടാക്കുന്നതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ വെറൈറ്റി വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യണത്. അതുപോലെ തന്നെ ഞാൻ സവോളയും പിന്നെ ഇഞ്ചി പച്ചമുളക് ഇതൊക്കെ ചേർത്തിട്ടും വാഴക്കപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടിട്ടുള്ള കുറെ പേരെങ്കിലും നമുക്കിടയിൽ ഉണ്ടാവും. അപ്പൊ ഇതിപ്പം പ്ലെയിൻ ആയിട്ടുള്ള വാഴക്കപ്പാണ് കേട്ടാ. എനിക്കാണെങ്കിൽ ഇതുപോലെ വെറൈറ്റി ഉണ്ടാക്കാനാണ് ഭയങ്കര ഇഷ്ടം. പ്രത്യേകിച്ച് ഈ വാഴക്കപ്പൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം ഒന്ന് ചൂടാക്കി കഴിക്കുമ്പം എനിക്ക് അതിലേറെ ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ ചായക്കുള്ള കടി ഈ നോർമൽ വാഴക്കപ്പമാണ്. പിന്നെ നമ്മളുടെ ഹാർഡ് ഡിസ്ക്, നമ്മൾ തായ്ലൻഡിൽ പോയതിന്റെ ആദ്യത്തെ 2 ദിവസമുള്ള എന്റെ ഹാർഡ് ഡിസ്ക് ഞാൻ പറഞ്ഞില്ലേ ചീത്തായി പോയി, അതങ്ങനെ ശരിയാക്കാൻ കൊടുത്തത്.
അപ്പൊ ഇന്നലെ നിസാറിക്ക വിളിച്ച് ചോദിച്ചപ്പോഴേക്ക് പുള്ളിക്കാരൻ പറഞ്ഞു ഡേറ്റ റിട്രീവ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കാണെങ്കിൽ നിസാറിക്കൊക്കെ അത്ര വിഷമമൊന്നുമില്ല, പക്ഷെ എനിക്ക് ഭയങ്കര വിഷമമായി പോയി കേട്ടോ. കാരണം അവിടെ പട്ടായയിൽ പോയ എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ടായിരുന്നു എന്നറിയാവോ. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അത് റിട്രീവ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് എനിക്ക് അറിഞ്ഞത് മൂലം ഭയങ്കര വിഷമമാണ്. എന്ത് ചെയ്യാൻ പറ്റും, അതായിരിക്കാം ചിലപ്പം വിധി. പിന്നെ നമ്മള് ഇപ്പൊ നമ്മുടെ ബാങ്കോക്കിൽ വന്നിട്ടുള്ള ലാസ്റ്റ് ഡേ ഉള്ള ആ ഒരു ക്ലിപ്പ് ഉണ്ടല്ലോ, അപ്പം അത് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ അതിന് മുൻപിട്ട 2 വീഡിയോയിലും അത്ര അങ്ങോട്ട് നിങ്ങൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ ആ ഒരു ലാസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്യാത്തത്. അപ്പൊ അതിലാണ് സത്യം പറഞ്ഞ ഒരുപാട് വിശേഷങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക, തീർച്ചയായിട്ടും ഞാനത് നിങ്ങളിലേക്ക് എത്തിക്കാം. പിന്നെ നമ്മുടെ ചാനൽ കണ്ടോണ്ടിരിക്കുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞങ്ങൾ വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ വരത്തുള്ളൂ. അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഇന്നത്തെ എന്റെ സ്പെഷ്യൽ റെസിപ്പികൾ ചേർത്ത ചോറ്റുപാത്രം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും അതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. കാരണം നിങ്ങളുടെ കമന്റ്സിനായിട്ട് ഞാൻ കാത്തിരിക്കും. ഇപ്പൊ ഞാൻ റിപ്ലൈ തരാൻ കുറച്ചൊന്ന് വൈകിയാലും മാക്സിമം എല്ലാവർക്കും ഞാൻ റിപ്ലൈ തരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പം അതിൽ നിങ്ങൾ ഒരു ഉപേക്ഷം വിചാരിക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും ഒക്കെ കമന്റ് ചെയ്തോളൂ. അപ്പൊ ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങള്. അടുത്ത് നമുക്ക് നല്ല അടിപൊളി റെസിപ്പിയോ വ്ളോഗായിട്ടൊക്കെ കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ ബൈ.